അബിഹുവും അഹറോൻ്റെ പുത്രന്മാരായ നാദാബും അബിഹുവും തങ്ങളുടെ ധൂപസകല കലശങ്ങളെടുത്ത് തീ കൊളുത്തി അതിൽ കുന്തിരിക്കമിട്ട് കർത്താവിൻ്റെ മുൻപിൽ അർപ്പിച്ചു. അവിടുന്ന് കൽപ്പിച്ചിട്ടില്ലായ്കയാൽ ആ അഗ്നി അവിശുദ്ധമായിരുന്നു. അതിനാൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് അഗ്നി ഇറങ്ങി വന്ന് അവരെ വിഴുങ്ങി. അവർ അവിടുത്തെ മുൻപിൽ വെച്ച് മരിച്ചു. അപ്പോൾ മോശെ അഹ്റോനോട് പറഞ്ഞു, കർത്താവ് അരുളിച്ചെയ്തിരിക്കുന്നു, എന്നെ സമീപിക്കുന്നവർക്ക് ഞാൻ പരിശുദ്ധനാണെന്ന് കാണിച്ചു കൊടുക്കും. എല്ലാ ജനങ്ങളുടെയും മുൻപിൽ എൻ്റെ മഹത്വം ഞാൻ വെളിപ്പെടുത്തും. അഹറോൻ നിശ്ചിതനായിരുന്നു. മോശെ അഹറോൻ്റെ പിതൃസഹോദരനായ ഉസിയേലിൻ്റെ പുത്രന്മാരായ മിഷായേലിനെയും എൽസാഫനെയും വിളിച്ച് പറഞ്ഞു, വന്ന് നിങ്ങളുടെ സഹോദരന്മാരെ കൂടാരത്തിന് മുൻപിൽ നിന്ന് പാളയത്തിന് വെളിയിൽ കൊണ്ടുപോകുവിൻ. മോശെ പറഞ്ഞതുപോലെ അവർ ചെന്നവരെ കുപ്പായങ്ങളോടുകൂടെ എടുത്ത് പാളയത്തിന് പുറത്ത് കൊണ്ടുപോയി. അനന്തരം മോശെ അഹറോനോടും അവൻ്റെ പുത്രന്മാരായ എലയാസറിനോടും ഇത്താമറിനോടും പറഞ്ഞു, നിങ്ങൾ തല നഗ്നമാക്കുകയോ വസ്ത്രം വലിച്ചു കീറുകയരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങൾ മരിക്കുകയും ജനം മുഴുവൻ്റെയും മേൽ ദൈവകോപം നിപതിക്കുകയും ചെയ്യും. എന്നാൽ ഇസ്രായേൽ ഭവനം മുഴുവനിലുള്ള നിങ്ങളുടെ സഹോദരർ കർത്താവ് അയച്ച അഗ്നിയെക്കുറിച്ച് വിലപിച്ചു കൊള്ളട്ടെ. കർത്താവിൻ്റെ അഭിഷേക തൈലം നിങ്ങളുടെ മേലുള്ളതിനാൽ നിങ്ങൾ സമാഗമ കൂടാരത്തിൻ്റെ വാതിൽ വിട്ട് പുറത്തു പോകരുത്. പോയാൽ നിങ്ങൾ മരിക്കും. അവർ മോശയുടെ വാക്കനുസരിച്ച് പ്രവർത്തിച്ചു.